പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരി ഉഴുന്നൊന്നും അരച്ചതില്ല, രാവിലെ എഴുന്നേറ്റ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവർ ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് കുറേശ്ശെയായിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പം എനിക്ക് ഇത്രയും മാവ് ഇതുപോലെ തയ്യാറാക്കാൻ വേണ്ടി വന്നത്. നല്ല ലൂസായിട്ടുള്ള ദോശ ബാറ്റർ തയ്യാറാക്കി വെക്കണം. ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്, അതുകൂടെ തയ്യാറാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂണോളം എണ്ണയോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒരുവിധം ചൂടായി വരുമ്പോൾ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉഴുന്നൊന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് കളറൊക്കെ മാറി വന്നാൽ മതിയാവും. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടും. കടുകും ഉഴുന്നും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. രാവിലെ എഴുന്നേറ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ല ഒരു ദോശ റെഡിയാക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം പച്ചമുളക് തീരെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്താലും മതിയാവും. ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാകും. നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമല്ലേ ഇത്. ഡിന്നറിനോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഇതുപോലെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാറ്റൊന്ന് എടുത്ത് നോക്കാം. അതിലേക്ക് ഇതല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് മല്ലിയില തീരെ പൊടിയായി എരിഞ്ഞ് ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്ക് ദോശ ഇടാനായിട്ട് തുടങ്ങാം. അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരാൻ വയ്ക്കുക.
പാനൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഓരോ തവി മാവ് എടുത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് പാകപ്പെടുത്തിയെടുക്കാം. മുകൾ ഭാഗം എല്ലാം ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരു സൈഡ് മൂത്തതിന് ശേഷം തിരിച്ചിടാം. കണ്ടില്ല, നല്ല ഗോൾഡൻ ബ്രൗണിലുള്ള നല്ല ദോശ ഇതുപോലെ തയ്യാറാക്കാം. ഇതിനിപ്പോൾ കറി പോലും നമുക്ക് വേണമെന്നില്ല. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ടല്ലോ, ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇതുപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന 10 മിനിറ്റ് മതി രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നർ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പം നമുക്ക് അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.